വക്കീൽ കോടതിയിൽ കേസ് ജയിക്കില്ലേ നോക്കണം. ഇതിന് കേട്ടോ എഞ്ചിനീയർ വന്നു നോക്കണം. വക്കീലിന്റെ ഡ്യൂട്ടി മറ്റൊന്ന്. അങ്ങനെയുള്ള അല്ലാഹു തആല മനുഷ്യന്മാരെ പഠിച്ച എല്ലാ ഇൽമും ഇത്രക്കൊന്നും കൊടുക്കൂല. വക്കീലിന് തലവേദനയായാലും ഡോക്ടർക്ക് കേസ് വരുമ്പോൾ വക്കീലിന് ഇവർ രണ്ടാൾ കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എഞ്ചിനീയർ അല്ലെ? എങ്ങനെയല്ലേ? ഇവർക്ക് മൂന്നാം കൂടി ഒരു വിഷയം, ഒരു മതപരമായ വിഷയം അറിയണ്ടപ്പോ പണ്ഡിതരെ. അങ്ങനെയല്ലേ ഓരോന്നും. അല്ലാതെ അവകാശമില്ലാതെ ഓരോ വിഷയങ്ങൾ പറയാൻ തുടങ്ങിയാൽ എന്തും ആർക്കും പറഞ്ഞൂടെ, ആർക്കും എന്തും പറഞ്ഞൂടെ, തൊള്ളേര് നാവില്ലേ എന്തും പറഞ്ഞു. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയാനാ? അതേ സമയത്ത് ഞാൻ സലാല പോയപ്പോ, സലാലയിൽ നമ്മുടെ കോട്ടയം നാസറുദ്ദീൻ സഖാഫി എന്നോട് നിങ്ങളൊരു പുതിയ അർത്ഥം പറഞ്ഞു, ഇവിടെ കുറെ ആൾ പുത്തൻവാദികൾ ഞാൻ പറഞ്ഞു പുതിയ അർത്ഥമൊന്നുമില്ല. മദ്രസയുടെ ചൂടുണ്ട് റാസി, തഫ്സീർ റാസി അൽമാരിയിൽ നിങ്ങളെടുത്തൊക്കെ എങ്ങും കാണാം. ഞാൻ ബാത്റൂമിൽ ഇറങ്ങിയപ്പോഴേക്ക് ഞാൻ കണ്ടു. പിന്നെ അയാൾ അദ്ദേഹം പ്രസംഗത്തിൽ പറയുകയും ഞാൻ പറഞ്ഞു വന്നത് തഫ്സീർ റാസി തന്നെ അതുണ്ട്, പക്ഷെ അത് കുക്ക് മനസ്സിലാക്കിയിട്ടില്ലല്ലോ റാസിയിൽ എന്താ ഉള്ളത്. അപ്പൊ ഒരായത്തിന് തന്നെ എത്രയോ വ്യാഖ്യാനങ്ങൾ ഉണ്ട്. അപ്പൊ ഒരു വ്യാഖ്യാനമായി ഞാൻ പറഞ്ഞത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആനിനെ അടയാളപ്പെടുത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സാധാരണ മനുഷ്യനല്ല. യാസീൻ സൂറത്തിന്റെ തുടക്കം തന്നെ അതല്ലേ, ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ. തീർച്ചയായും മുർസലീങ്ങൾ ആരും സാധാരണക്കാരല്ല. കാരണം റസൂലാകണമെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണണം. സാധാരണക്കാർ ജിബ്രീലിനെ കാണൂല. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കണം. സാധാരണക്കാർക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല. ജിബ്രീൽ അലൈഹി സ്വലാമുമായി ബന്ധപ്പെടണം, അതിന് സാധാരണക്കാരന് കഴിയൂല. അപ്പൊ റസൂലാണോ സാധാരണക്കാരനല്ല എന്ന കാര്യം ഉറച്ചു. അതാണ് ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ തീർച്ച. അതിന് ഖുർആൻ സാക്ഷിയാണ്. അത് തന്നെ അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളപ്പെടുത്തി. എന്തേ കാരണം? ഖുർആൻ എന്ന് പറയുന്നത് മറ്റ് അമ്പിയാക്കളെ മുഅ്ജിസത്ത് പോലെയല്ല. മറ്റുള്ള അമ്പിയാക്കൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ പടി, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം തീയിലിട്ടപ്പോൾ തീയിൽ കത്തിയില്ല. ചിലര് പറയുന്നത് എല്ലാ ശരീരവും കത്തുമെന്നാണ്, അല്ലെങ്കിൽ എല്ലാ രോമവും കത്തുമെന്നാണ്. പക്ഷേ മുസ്ലിം അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ അവർ ഖുർആൻ അവിശ്വസിച്ച ഇസ്ലാം എന്ന് പുറത്തുപോയവരാകും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടു, കത്തിയില്ല എന്ന് ഖുർആൻ. എന്തേ? ഇബ്രാഹിം നബിയുടെ ബഹുമാനം. ഇബ്രാഹിം നബിയുടെ ബഹുമാനം എന്താണ്? മങ്കൂസ് മൗലിദ് ഓതുന്നവർക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. മൂസാ നബിയുടെ മുഅ്ജിസത്ത് ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല മുഅ്ജിസത്തുകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലതൊന്നും ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് പറയട്ടെ, അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടിയപ്പോൾ മുറി അപ്പോൾ തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതവിടുത്തെ മുഅ്ജിസത്താണ്. അത് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബിലുണ്ട്. അതൊരു മുസ്ലിമിന് നിഷേധിക്കാൻ കഴിയൂല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മുറിഞ്ഞ് ചോര വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുറിഞ്ഞപ്പോൾ ഉണക്ക് പായ കരിച്ചിട്ട് അതിന്റെ വെണ്ണീർ കൊണ്ട് ചികിത്സിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം മുറിഞ്ഞപ്പോ അതേ വെണ്ണീർ കൊണ്ട് ചികിത്സിച്ചതിനാൽ അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടിയാൽ മുറിവണങ്ങുന്ന മുഅ്ജിസത്തില്ലെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ അവിടുത്തെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റൂല. മുമ്പല്ല് പൊട്ടിത്തെറിക്കലും ഉണ്ടായിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അല്ലാഹു ഉദ്ദേശിച്ച
ഉപദേശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അമ്പിയാക്കൾക്ക് അതാ അല്ലാഹു തആല പ്രകടമാക്കി കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരു മുഅ്ജിസത്ത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ആ ഒരു മുഅ്ജിസത്ത് കൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ ഇസ്ലാം സത്യമാണ്, അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ് എന്നതിന് വെല്ലുവിളിക്കാൻ പറഞ്ഞത്. ആ മുഅ്ജിസത്ത് വെച്ചിട്ടാണ് വെല്ലുവിളിക്കാൻ പറഞ്ഞത്. എല്ലാ മുഅ്ജിസത്തും വെച്ച് വെല്ലുവിളിക്കാൻ പറഞ്ഞിട്ടില്ല. വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു മുഅ്ജിസത്തുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഏത് മുസ്ലിമിനും ആ മുഅ്ജിസത്ത് വെച്ച് വെല്ലുവിളിക്കാം. വേറെ മുഅ്ജിസത്ത് വെച്ച് വെല്ലുവിളിക്കാൻ പറഞ്ഞിട്ടില്ല. ആ മുഅ്ജിസത്ത് ഏതാണ്? അതെ, അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടിയിട്ട് രോഗം മാറിയ മുഅ്ജിസത്തല്ല. അതിപ്പോൾ പ്രകടിപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവച്ചു കൊടുത്തുകൊണ്ട് വെള്ളം കയ്യിന്റെ വിരലിലൂടെ ധാരാളം പൊട്ടിയൊലിച്ച മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇതുപോലെ മൃഗങ്ങളെ അവിടുന്ന് വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്, മരങ്ങളെ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്, കല്ലുകളെ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്, അതേ ചന്ദ്രനിലേക്ക് ചൂണ്ടിയപ്പോൾ പിളർന്നിട്ടുണ്ട്. അങ്ങനെ ഏത് അസൂയക്കാരനെയും ബോധ്യപ്പെടുത്തുന്ന ധാരാളം മുഅ്ജിസത്തുകൾ അന്നുണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഅ്ജിസത്തുകൾ അതെല്ലാ കാലത്തും എല്ലാ മുഅ്ജിസത്തും നിലനിന്നുകൊള്ളണം എന്നില്ല. ഒരു മുഅ്ജിസത്ത് ഒരു കാലത്തും നിലച്ചു പോകൂല. എല്ലാ കാലത്തും വെല്ലുവിളിക്കാൻ ഒരു മുഅ്ജിസത്ത് മുസ്ലിം പണ്ഡിതന്മാരെ കൈവശത്തിലുണ്ട്. അതാണ് ദമത്തിലെ ദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തി മിനൻ നബിയിനായിദ് ജഅത് വലം തദുബി. ബുർദ ബൈത്ത് ചൊല്ലിയാൽ പോരാ, ബുർദ ബൈത്തിന്റെ സാരങ്ങളൊക്കെ സർവ പണ്ഡിതന്മാരെയും മനസ്സിലുണ്ടാകണം. ദമത്തിലെ ദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തി, എല്ലാ മുഅ്ജിസത്തിന്റെയും മേലെ പോകുന്ന ഒരു മുഅ്ജിസത്തുണ്ട്. അത് എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അത് പരിശുദ്ധ ഖുർആനാണ്. മിനൻ നബിയിനായിദ് ജഅത് വലം തദുമി. മറ്റ് നബിമാരിൽ നിന്ന് വന്ന മുഅ്ജിസത്തുകൾ ഒന്നും ഇവിടെ ഇപ്പോൾ ഇത് മുഅ്ജിസത്താണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പല മുഅ്ജിസത്തുകളും അതും ഇന്ന് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഒരേ ഒരു മുഅ്ജിസത്ത് നിലനിൽക്കുന്ന മുഅ്ജിസത്ത്, അതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് അല്ലമൽ ഖുർആൻ. ഖുർആനിനെ അടയാളപ്പെടുത്തി. വേറെ മുഅ്ജിസത്തുകൾ എത്രയോ മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലത് കുറെ ദിവസം നിന്നതുണ്ട്, ചിലത് പിന്നീട് കാണാത്തതുണ്ട്, ചിലത് അപ്പോൾ മാത്രം കണ്ടതുണ്ട്, ചിലത് കുറെ കാലം കണ്ട് പിന്നെ കാണാത്തതുണ്ട്. അങ്ങനെ പല മുഅ്ജിസത്തുകളും. ഒരു ഉദാഹരണം, എല്ലാവർക്കും പരിചയമുള്ള ഒരാളെ പേര് പറയാം, അബൂജഹൽ. എല്ലാവർക്കും പരിചയമുണ്ട്, പക്ഷെ പരിചയം മോശക്കാരനായിട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അബൂജഹൽ അല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മകനാ. ഈ ഇക്രിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, മുഹമ്മദേ നബിയാണെന്ന് ഒരു തെളിവ് കാണിച്ചു. അച്ഛൻ പലപ്പോഴും ചോദിച്ചാൽ തെളിവ് അച്ഛൻ തെളിവ് ചോദിച്ചപ്പോഴൊക്കെ തെളിവൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ നന്നായിട്ടില്ല. തെളിവ് കണ്ടാൽ നന്നാവുന്ന ബന്ധപ്പെടില്ല.
തെളിവ് കിട്ടിയാലൊന്നും അള്ള ബർക്കാക്കി അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തവൻ അബൂജഹൽ കൂട്ടർ ഒരു ദിവസം വന്നിട്ട് തെളിവ് കാണിച്ചു. ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ കൊടുത്തു, ബാബു സുആലിൽ മുശ്രികീന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിഹും ആയ ഫഅറാഹു മിൻ ശിഖാഖൽ ഖമർ. ഒരു തെളിവ് കാണിച്ചു പറഞ്ഞപ്പോ ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കൊടുത്തു, ചന്ദ്രൻ പിളർച്ചയും കാണിച്ചു. സാധാരണ മനുഷ്യൻ കൈകൊണ്ട് ചൂണ്ടിയാൽ ചന്ദ്രനെ പിളർത്താം. ഖുർആൻ അത് സാക്ഷീകരിച്ചു. ഖദറബത്തി സഅതു വൻശഖൽ ഖമർ. അതൊരു ഭൗതികവാദിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് പറയുന്നവന് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു കഴിവേരോട് ചൂണ്ടുമ്പോ ചന്ദ്രൻ വളരേ, അത് ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയും. ആര്? ഈമാനിൽ സീറോ ആയിപ്പോയ മനുഷ്യന്മാർ. ഓ സഹോദരന്മാരെ, അതേസമയത്ത് ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, അത് അബൂജഹലും കൂട്ടരും കണ്ടിട്ട് അവരൊക്കെ നന്നായോ? തെളിവ് കേട്ടിട്ട് നന്നായോ? അവര് നന്നായില്ല. അതൊക്കെ മുഹമ്മദിന്റെ സിഹറാണ്. അതേ സമയത്ത് അതേ ചന്ദ്രൻ പിളർന്നത് ഈ കേരളത്തിൽ പെരുമാൾ രാജാവ് കണ്ടു. അദ്ദേഹം അത് കുറിച്ച് വെച്ചു. അദ്ദേഹം അതിനെ പറ്റി അന്വേഷിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, നബി തങ്ങളെ കാണാൻ വേണ്ടി ഇവിടുന്ന് ഇഞ്ചി കളച്ചെടുത്തിട്ട് ഹദിയ കൊണ്ട് കൊടുത്തു. അതാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അഹ്ദാ മലിക്കുൽ ഹിന്ദ് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറതൻ ഫീഹാ സൻജബീലുൻ. ഇഞ്ചിയുള്ള ഭരണിയുമായി പീപ്പയുമായി ഇന്ത്യയിലെ രാജാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ കൊണ്ട് കൊടുത്തു എന്ന് 1000-ലധികം കൊല്ലം പഴക്കമുള്ള കിതാബിൽ ഹദീസ് നാം കാണുന്നു. അപ്പൊ എന്റെ കേരളത്തിൽ നിന്ന് കണ്ടിട്ട് വിശ്വസിച്ചു, അതേ സമയത്ത് മക്കത്തുനിന്ന് കണ്ടിട്ട് വിശ്വസിച്ചില്ല. എന്തേ കാരണം? ഒരാൾക്കുള്ള വെളിച്ചം കൊടുത്തു, മറ്റേക്ക് വെളിച്ചം കൊടുത്തില്ല. വെളിച്ചം കൊടുക്കാത്തവന് തീർച്ചം കിട്ടില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇനി നിങ്ങൾ നോക്ക്, അതേ അബൂജഹലിന്റെ മകൻ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ തെളിവ് കാണിച്ചു. എന്താ മോനെ തെളിവ് വേണ്ട? അങ്ങ് അവിടെ അതൊരു വലിയ പാറക്കല്ല്, അത് വെള്ളത്തിന്റെ മേലെ കൂടി ഇങ്ങോട്ട് നടത്തുക. പാറക്കല്ലേ, പലകല്ല, മരല്ല, പാറക്കല്ല്. ഓ അതാ പ്രശ്നം. കയ്യിന്റെ വിരലോട്ടി കൊണ്ട് വിളിച്ചപ്പോ കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി ഇങ്ങ് വന്നു. ഇങ്ങെത്തിയപ്പോ ഒന്ന് അങ്ങോട്ടും പോവാൻ പറയൂ. ഓ അങ്ങോട്ടും പോവാൻ പറയാലോ. അങ്ങോട്ടും നടത്തി കാണിച്ചു. ഈ കിരിമത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അച്ഛൻ അംഗീകരിച്ചിരിക്കും, ഞാൻ അംഗീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കിരിമത്ത് മുസ്ലിമായി പോയി. ഇപ്പൊ ലോക മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഇല്ലേ സഹാബികൾക്ക് എല്ലാവരും പറയൂലേ റളിയല്ലാഹു അൻഹു? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയും. അപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ പേര് പറയുമ്പോ, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചിലർ അങ്ങനെ ഒരു റിപ്പോർട്ട് നോക്കി നടക്കുന്ന ഒരു കൂട്ടൻ. അവർക്ക് എന്ത് വേണമെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പാടില്ല എന്ന് പറയാ. ചെയ്യലിതൊന്നല്ല കേട്ടോ, അത് വേറെ പറച്ചലങ്ങനെയാ. നബി ചെയ്താൽ മാത്രം ചെയ്യാം. അപ്പോ ഒരാൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ ജുമാക്കും അങ്ങ് കൂട്ടിയിരുന്നോന്ന് ചോദിച്ചു. ജുമാക്കും പള്ളി കൂട്ടിയിരുന്നു. അത് മുഹമ്മദ് നബിക്ക് വേണ്ടതുപോലെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമുക്ക് എത്ര മനസ്സിലാക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാ ഖൈർ എന്ന് പറയും. അത് മനസ്സിലായിട്ടില്ല, റസൂലുള്ളാഹിക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാതെ നിർവാഹമില്ല. റസൂലുള്ളാഹി പറഞ്ഞ ഖൈർ വീടാണെന്നാണെങ്കിലും നമ്മൾ പറയുന്നു പള്ളിയാണ്. അങ്ങനെ ഫത്വ കൊടുക്കുന്ന ഒരു കൂട്ടരാ. റസൂലുള്ളാഹിനെ അവർ അംഗീകരിക്കുന്നൊന്നുമില്ല, അത് വേറെ വിഷയം. അതേ സമയത്ത് പറച്ചൽ എന്താ? നബി ചെയ്തത് മാത്രം ചെയ്യാൻ. എന്നാ സുഹൃത്തുക്കളെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ ശരിക്കും മനസ്സിലാക്കണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് പറയുമ്പോ അല്ലെ പേര് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പതിവുണ്ടോ? അങ്ങനെ പതിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ അല്ലെ പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. ഇല്ല. അങ്ങനെ ഉള്ളതായി ഒരൊറ്റ ഹദീസിന്റെ കിതാബിലും കാണിക്കാൻ കഴിയില്ല. എന്നിട്ടോ റളിയല്ലാഹു അൻഹു എല്ലാവരും പറയുന്നുണ്ട്. എന്താ കാരണം? അവർ നല്ല കാര്യം. അതെന്താ നല്ല കാര്യം? കാരണം അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കലാണ്. മഹാന്മാരെ ബഹുമാനിക്കൽ നല്ല കാര്യമാണ്. ഇത് ബഹുമാനിക്കലാണ്. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയൊന്നും ബഹുമാനിക്കാൻ പറ്റില്ല. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ച് കാണിച്ചു തന്നത് എങ്ങനെ? അതുപോലെ മാത്രം ബഹുമാനിക്കും, അല്ലാത്ത നിലക്കൊന്നും ബഹുമാനിക്കാൻ പറ്റില്ല. ചിലർക്ക് അങ്ങനെയാണ്. ഇവിടെ സ്റ്റേജിന്റെ മുകളിൽ ഇതാ ബഹുമാനിച്ചു, ഇതൊക്കെ ബഹുമാനിച്ചു. അങ്ങനെയൊന്നും ബഹുമാനിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റേജ് പോലും ചെയ്തിട്ടില്ല. അങ്ങനെയാ? ബഹുമാനാദരവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം.
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണണമെന്നില്ല. ഇനി ഞാൻ പറയാം, അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ചിട്ടുണ്ട് ഉറപ്പാണ്, പള്ളിയിൽ നിസ്കരിച്ചു ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മിഹ്റാബ് എന്നില്ല, ഒറ്റ പള്ളിക്കും മിഹ്റാബില്ല. എന്നാ പിന്നെ മിഹ്റാബ് ആദ്യം പൊളിക്കണ്ടേ? പള്ളിന്റെ ഒക്കെ മിഹ്റാബ് പൊളിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അതാ ചില ആൾക്കാർ പറയുന്നത് മേലെ തട്ട് പെണ്ണുങ്ങൾ നിൽക്കട്ടെ, ചോടേ തട്ടില് ആണുങ്ങൾ നിൽക്കട്ടെ എന്നാ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് 2 തട്ടുള്ള പള്ളി തന്നില്ല, ഒരൊറ്റ പള്ളിക്ക് 2 നിലയില്ല. അപ്പം പള്ളീന്റെ മേലെ എല്ലാം പൊളിച്ചാളോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മദ്രസയില്ല, സിലബസ് ഇല്ല, പുസ്തകമില്ല, ബുഖാരി പോലത്തെ ഒറ്റ ഹദീസിന്റെ കിതാബ്. ഇതെല്ലാം ചുട്ടുകരിക്കണോ? അപ്പോ അത് വിവരമില്ലാത്തവന്റെ വാക്കാണ്. നമ്മൾ വിവരമില്ലാത്തവന്റെ വാക്ക്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അർഹതയുള്ളവൻ പറയുന്നത് നമ്മൾ ചെവിക്കൊള്ളേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന ഒന്നാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക. മുൻഗാമികളാണ് ഇസ്ലാം മതം ഇവിടെ പഠിപ്പിച്ചത്. അവര് പഠിപ്പിച്ചു തന്നൊരു ബഹുമാനമാണ് റളിയല്ലാഹു എന്ന് പറയൽ. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ അബൂജഹലിന് ഒരൊറ്റ മുസ്ലിമും റളിയല്ലാഹു എന്ന് പറയൂല. അതേ സമയത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു, കാരണം ഈമാനുള്ള സഹാബിയായി പോയി, മുഅ്ജിസത്ത് മുഖേന ഇസ്ലാമിലേക്ക് വന്നു. ഇതുപോലെ ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ അബൂജഹൽ നന്നാകുന്നില്ല. ഒരു ദിവസം ഒരാൾ അബൂജഹലുമായിട്ട് ഒരു ബിസിനസ് നടത്തി. അയാൾ ഒട്ടക അബൂജഹലിന് വിറ്റ്. അബൂജഹൽ പറഞ്ഞ് പൈസ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാൻ അവധി നിശ്ചയിച്ചു. അവധിയായപ്പോ ചോദിച്ചോ പിന്നെ തരാൻ, പിന്നെ ചോദിച്ചോ പിന്നെ തരാൻ. സൂയിപ്പാക്കലല്ല സാധനം അബൂജഹലല്ലേ. സംഖ്യ വാങ്ങിയിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ ഭാഗത്ത് പിന്നെ അങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കാത്ത മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അബൂജഹലിന്റെ തരീഖത്താണ്. എന്ത് കടം വാങ്ങാൻ കൊടുക്കാതിരിക്കുക. ചിലരുണ്ട് കടം വാങ്ങുമ്പോൾ ഭയങ്കര ചോറാ, പിന്നെ കുറെ ദിവസം കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. അബൂജഹലിന്റെ തരീഖത്താണ്. ഇരിക്കട്ടെ, അബൂജഹൽ സംഖ്യ കൊടുക്കുന്നില്ല. പലരോടും പറഞ്ഞു നോക്കി സാധു മനുഷ്യൻ, എന്റെ സംഖ്യ തരുന്നില്ല അബൂജഹൽ. ഒട്ടകത്തിനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഒരാളും ഇവന്റെ പ്രശ്നം ഏറ്റെടുക്കാൻ തയ്യാറില്ല. കാരണം ഈ സാധനം അബൂജഹലല്ലേ, പോത്തിനോട് ഏതോതിട്ട് കാര്യമുണ്ട്. അപ്പൊ അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി. കാരണം മാനവികത ഉണർത്താൻ വേണ്ടി വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ നീതി പഠിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ, അബൂജഹൽ ഒരു സംഖ്യ തരാണെങ്കിൽ സ്വീപ്പാക്കാൻ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് പോയി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ സ്വഭാവം എന്താണ്? ഓ നബിയെ, കല്ലാലാ യുഖ്സീകല്ലാഹു അബദാ, തങ്ങളെ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തൂല. കാരണം മിന്നകലതസിലുർ റഹ്മ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതസ്തുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസമുള്ളത് ഏറ്റെടുക്കുന്ന ആളാണ്. അബൂജഹലിനോട് പൈസ കൊണ്ടതിനെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തു. വരൂ തന്നെ കൈകൊണ്ട് പിടിച്ചു. അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. മക്കേന്നാ, മദീനയെന്നല്ല. അബൂജഹലിന്റെ വീട്ടിൽ ചെന്ന് അബൂജഹലിന്റെ വാതിലിന് മുട്ടി. അബൂജഹൽ ഇറങ്ങി വന്നപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൈസ കൊടുക്കാനുള്ള സാധു മനുഷ്യനും. യാ അബൂജഹൽ, അബൂജഹലെ, നീ ഇയാളോട് ഒട്ടകത്തിനെ വീണ്ടും സംഖ്യ കൊടുക്കാതെ നീ സുയിപ്പാക്ക്. മതലുൽ ഗനിയ്യു ദുൽമുൻ. അതുകൊണ്ട് ഒരു ആശയം പറയാം, മാനവികത ഉണ്ടെന്നുണ്ടെങ്കിൽ ആശയം പറയട്ടെ. മതലുൽ ഗനിയ്യു ദുൽമുൻ, മതലുൽ ഗനിയ്യി ദുൽമുൻ. ഐശ്വര്യമുള്ളവൻ കൊടുക്കാതെ സ്വീപ്പാക്കൽ അക്രമമാണ്. കയ്യിലുണ്ടായിട്ട് കൊടുക്കാതിരിക്കുക അത് അക്രമമാണ്. അതുകൊണ്ട് അദ്ദി ഹഖ്ഖഹുൽ ആൻ, ഇപ്പൊ കൊടുക്കണം അദ്ദേഹത്തിന്റെ സംഖ്യ. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ഉത്തരവാ, ഇപ്പൊ കൊടുക്കണം അദ്ദേഹത്തിന്റെ സംഖ്യ. അബൂജഹൽ ഒന്നും പറഞ്ഞില്ല, നേരെ അകത്ത് പോയി അത് അലമാരി തുറന്നില്ലേ, പെട്ടി തുറന്ന് സംഖ്യ മുഴുവൻ എടുത്തിട്ട് ഒരു സാധുവിന്റെ കയ്യിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സിന്ദാബാദ് വിളിക്കാറൊന്നും നിന്നിട്ടില്ല. കാരണം അത് വെറുതെ അതിന്റെ ആവശ്യമില്ലല്ലോ, പ്രകോപനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പോയിക്കൂടെ, ആവശ്യം നേടിയില്ലേ, പിന്നെ അവിടെ പ്രകോപനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില ആളുണ്ട് സുബ്ഹാനല്ലാഹ്, ജയിക്കുന്നതിന്റെ തലേ ദിവസം വരെ വന്നിട്ട് ഇങ്ങനെ പൂപ്പോയും കാണിച്ചിട്ട് എല്ലാരോടും ഇങ്ങനെ കാണിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഇവനെ കൊണ്ട് റോട്ട് കൂടി പോകാനാവില്ല. ഊര കൊണ്ട് ഇങ്ങനെ ഉന്തിയിട്ട് ഒരു വണ്ടിയും പോടില്ല. ഇങ്ങനെ ജയിച്ചതിന്റെ ശേഷം കോലാഹലം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, സംഗതി നേടിയില്ലേ. നിങ്ങൾ അയാളെ കൂട്ടി
പക്ഷെ അബൂജഹലിന് നിൽക്ക കഴിയില്ല. കാരണം അബൂജഹലിന്റെ സുഹൃത്തുക്കളൊക്കെ അല്ല അബൂജഹലെ എന്താ സംഭവിച്ചത്, എന്താ കൈഫ ഖറസ ലിസാനുക, നിന്റെ നാവന്റെ പൊട്ടനായി പോയത്. നീയല്ലേ സാധാരണ പറയില്ല മുഹമ്മദിനെ എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ തിരിക്കും, ഇങ്ങനെ മറിക്കും, അങ്ങനെ ശരിയാക്കും ആളല്ലേ. എന്നിട്ട് നിന്റെ മുമ്പിൽ മുഹമ്മദിന്റെ പൊരക്ക് വന്നിട്ട് എത്ര സുഖ പൊരയിൽ വന്നപ്പോ വീട്ടിൽ വന്നിട്ട് മുഹമ്മദിനെ അനുസരിച്ച് അങ്ങനെ കൊണ്ടുകൊടുക്കുകയും ചെയ്ത് ഒറ്റ അക്ഷരം നീ പറഞ്ഞതുമില്ലല്ലോ. എങ്ങനെ പൊട്ടനായി പോയത് ചോദിച്ചു അബൂജഹൽ. അബൂജഹൽ മക്കളെ നിങ്ങളെന്നെ കുറ്റം കെടുത്തല്ല, സുയിപ്പാക്കല്ല, പരിഹസിക്കല്ല. എന്തേ മുഹമ്മദ് വീട്ടിൽ അയാളെ കൂട്ടി വന്നിട്ട് സംഖ്യാങ് കൊടുക്കണോന്ന് പറയുന്നതോടുകൂടി എന്റെ വീടും ഞാനും ഒന്നായിട്ട് കുലുങ്ങുന്നതാണ് എന്റെ അനുഭവം. ഒന്നായിട്ട് എനിക്ക് തോന്നി ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഭൂമിന്റെ അടിയിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ ഉടനെ പോയി സംഖ്യ കൊടുത്തു, എന്റെ തടിയെടുത്തതാണ്, നിങ്ങൾ ഒന്നും പറയല്ലേ. എന്നിട്ട് നന്നായോ ഈ മൊയ്ജിദത്തൊക്കെ കണ്ടിട്ട് ഇവൻ നന്നായോ? അവസാനം പറഞ്ഞതാ എന്റെ തല നീട്ടി മുറിക്ക് മുഹമ്മദ് കണ്ടു പേടിക്കട്ടെ. അപ്പൊ ഹിദായത്തിന്റെ വെളിച്ചം അത് എത്ര തെളിവ് കൊടുത്താലും അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവർക്ക് വെളിച്ചം കിട്ടൂല. അതേ സമയത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു മൊയ്ജിദത്ത് കണ്ടപ്പോൾ മുസ്ലിമായി. ഇനി നിങ്ങൾ വേറെ രണ്ട് ഖുറൈശികൾ എടുത്തോ, സഫ്വാനും അതുപോലെ തന്നെ ഉമൈർ ഇബ്നു വഹബ്. മുശ്രിക്കുകളെ കൂട്ടത്തിലുള്ള മരത്തരണ്ട് ഖുറൈശി മുശ്രിക്കുകളാണ്. ഖുറൈശി തറവാട് തന്നെ, തറവാട് വലിയ മുന്തിയ തറവാടല്ലേ, പക്ഷേ കാടുത്ത മുശ്രിക്കുകൾ. ഒരു ദിവസം ഒരു യോഗം എവിടെയാ? കഅബത്തിന്റെ അടുത്താ യോഗം, ചെറിയ സ്ഥലത്തൊന്നുമല്ല. കഅബ അവരെ കയ്യിലാ താക്കോല്, ആ ഹുങ്ങ് കൊണ്ടിങ്ങനെ നടക്കുക. കഅബത്തിന്റെ താക്കോല് ഞങ്ങളെ ആ ഹുങ്ങ് കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഹിജ്ർ ഇസ്മായിൽ ഒരു യോഗം, രണ്ടാൾ മാത്രമുള്ള യോഗം, പ്രൈവറ്റ് യോഗം. യോഗത്തിൽ വേറെ ആരും വിളിച്ചില്ല. സഫ്വാനും എന്താ ചർച്ച? മുഹമ്മദിനെ വെട്ടി തട്ടിക്കളയാൻ എന്താ പരിപാടി? എവിടുന്ന്? മദീനത്ത് നിന്ന്. മക്കയിലല്ല, മക്കയിൽ നിന്നാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ചിന്തിക്കുന്നതിനർത്ഥം മദീനത്ത് നിന്ന്. മദീനയിൽ ആരാളുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. ഏത് സഹാബത്ത്? സുബ്ഹാനല്ലാഹ് കാദു യഖ്തലൂന അലാ വളൂഇ റസൂലില്ലാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു എടുക്കുമ്പോൾ ഉറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടിയിട്ട് സംഘട്ടനത്തിന്റെ വക്കിലെത്തുന്നു. തിരക്കുകൊണ്ടേ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം തൊട്ട വെള്ളം കിട്ടാൻ അങ്ങനെ ബഹുമാനിക്കുന്ന സഹാബത്ത് പോരാ. ഉർവത്ത് ഇബ്നു മസ്ഊദ് എന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീക്ഷിക്കാൻ വേണ്ടി വന്നു. മുശ്രിക്കുകളുടെ പ്രതിനിധിയായിട്ട് വന്നതാ. വന്നിട്ട് മടങ്ങിപ്പോയിട്ട് പറഞ്ഞ വാചകം കൊണ്ട് സഹീഹുൽ ബുഖാരി. അതിലൊരു വാചകം എന്താ അറിയോ? വമാ തനഖമനു ഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും ഫയദ്ലുഖു ബിഹാ വജ്ഹഹു വജിൽദഹു. ഒരു മുസ്ലിമിനും തള്ളാൻ പറ്റൂല. ബുഖാരിയിലെ ഹദീസാണ്. സഹാബത്ത് ചെയ്യുന്നത് എന്താണ്? ഓ മുശ്രിക്കീങ്ങളെ, മുഹമ്മദിനോട് അങ്ങനെ നടക്കൂല കേട്ടോ. കാരണം മുഹമ്മദിനെ ബഹുമാനിക്കുന്ന അനുയായികളെ കഥ കേൾക്കണോ? ലോകത്ത് ഒരു രാജാവിനെയും ഒരു പ്രജകളും അങ്ങനെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം അവിടുന്നൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ, ഓ ചെറുപ്പക്കാരെ, കാർക്കിച്ചു തുപ്പുന്നത് ഞാനും നിങ്ങളും തുപ്പുന്ന കഫമല്ല, പിന്നെയോ നല്ല നല്ല സുഗന്ധമുള്ള അത്തറാണ്. അവിടുന്ന് തുപ്പുന്ന ഉമിനീര് അത്തറാണ്. അത് സുഗന്ധമാണ്, അത് മരുന്നാണ്, സാധാരണ ഉമിനീരല്ല. എങ്ങനെയാ മൊയ്ലിയാരെ ഒരു മനുഷ്യന് സാധാരണ ഉമിനീരില്ലാത്ത വേറൊരു നീരുണ്ടാവോ? ഭൗതികവാദിയൊക്കെ സംശയ. ഭൗതികവാദികൾ എന്തിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചർച്ച ചെയ്യുന്നു? ഞാൻ നിസ്സാരമായ ഒരു ജീവിനെ എടുക്കുക, അതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. റസൂലുള്ളാഹി അവിടെ കേട്ടെ, എന്താ നിസ്സാരമായ ജീവി? മോനെ, മുഖത്തിന്റെ അടുത്തൊക്കെ വന്നാൽ കൈകൊണ്ട് ഇങ്ങനെ തട്ടിക്കളയുന്ന ഒരു ജീവി ഉണ്ട്, അതിന്റെ പേരെന്താ? പൂച്ച മുഖത്തിന്റെ ഈച്ച. അപ്പോ മുഖത്തിന്റെ സമീപത്ത് വരുമ്പോ തട്ടിക്കളയുന്ന എല്ലാവരും വളരെ നിസ്സാരമായി കാണുന്ന ഒരു ജീവിയാണ് ഈച്ച. നമ്മൾ ഈച്ചനെ എടുക്കുക, മനുഷ്യനവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അർത്ഥാത്തുന്ന പശു ആടൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യനവിടെ നിൽക്കട്ടെ. മനുഷ്യരിലും മലക്കുകളിലും എല്ലാ സൃഷ്ടികളിലും ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി
അവിടെ ഉന്നത സ്ഥാനത്ത് കിട്ടും. ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്നത് ഈച്ചയാണ്. ആർക്ക് വേണ്ടി? ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി. ഈ ഈച്ച സുബ്ഹാനല്ലാഹ് വളരെ നിസ്സാരമായി. ആ ഈച്ചകളെ കൂട്ടത്തിൽ ഒരു സൈസ് ഈച്ച, ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറപ്പെടുന്നൊരു വസ്തു, അതിന്റെ പേരെന്താ മോനെ? തേന്. തേന് തേന് എന്ന് പറയുന്നൊരു സാധനം ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറപ്പെടുന്നു. എവിടുന്നാണ് അത് വരുന്നത്? തലച്ചോറ്റിൽ നല്ല ഖുർആൻ പറഞ്ഞു വയറ്റുന്നാണ്. അങ്ങനെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു. ശറാബുൻ, ഒരു പാനീയം. ഖുർആൻ പറഞ്ഞു ശറാബ്, പാനീയം. നാദാപുരത്ത് വന്ന് പാട്ടുപാടി മുപ്പൊരു പണ്ടൊരിക്കൽ ഇവിടെ വന്നൊരു പാട്ടും പാടി പോയിട്ട് പിന്നെ ഞാൻ വന്നതിന് പിന്നെ പാട്ടുപാടാൻ വന്നി. അപ്പൊ ആ പാട്ടുപാടത്തെ ഞങ്ങൾ ആദ്യം അർത്ഥം വെച്ചൊരു ഷറാബിന് അർത്ഥം വെച്ചത് കള്ള്. അങ്ങനെയാണ് പിന്നെ തേന് കള്ളാൻ തുടങ്ങി. ഷറാബുൻ, ഒരു പാനീയം. എങ്ങനത്തെ പാനീയം? അല്ലാഹ് പറയാണ് അതിന്റെ വയറ്റിൽ നിന്നൊരു പാനീയം പുറപ്പെടുന്നു. മുഖ്തലിഫുൻ അൽവാനു, വ്യത്യസ്ത കളറാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വസ്തുവിന്റെ ബഹുമാനം? ഖുർആൻ പറയുന്നു ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ മനുഷ്യന്മാർക്ക് രോഗശമനമുണ്ട്. ഞാനിപ്പോ നമ്മളെ ദാരി ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് മരുന്ന് കുടിച്ചു. എന്ത് മരുന്ന്? ആര്യവൈദ്യന്മാരെ മരുന്നാണ്. കുമാരൻ ഡോക്ടർ എഴുതിയതാണ്. കുമാരൻ ഖുർആൻ ഓതിയിട്ടില്ല, തഫ്സീർ ഓതിയിട്ടില്ല. അയാൾ പറയുന്നത് അതാ ഈ ഗുളിക തേനിൽ തഴച്ചു കുടിക്കണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആര്യവൈദ്യന്മാരെ മരുന്നാണ്ട് നാലാൾ അറിയാണ്ട് കുടിക്കാൻ കഴിയില്ല. സഹോദരന്മാര്, 4 മദ്ഹബല്ലേ? ഒന്ന് ആര്യവൈദ്യം, ഒന്ന് അലോപ്പതി, ഒന്ന് ഹോമിയോപ്പതി, ഒന്ന് യുനാനി. 4 മദ്ഹബാണ്, 4ഉം ഹഖാണ്. 4 ചികിത്സ ചെയ്താലും രോഗശമനമുണ്ടാകും. പക്ഷെ ആരും അതേ പഥ്യവും ആര്യവൈദ്യന്റെ മരുന്നാക്കി ചികിത്സ തുടങ്ങരുത്. അപ്പൊ ഖബറാദ്യം കുഴിച്ചു വെക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, അതുപോലെ പകുതി ഹനഫി മദ്ഹബും പകുതി ശാഫി മദ്ഹബുമായി നിസ്കരിക്കരുത്. ഒരു ഡോക്ടറും ഒരു ചികിത്സയും. അതാണ് ബുദ്ധി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന് കുമാരൻ ഡോക്ടർ മരുന്ന് കുടിക്കുമ്പോ തേന് ചേർത്തു. ഞാൻ ദാരി ഉസ്താദിന്റെ വീട്ടിൽ നിന്ന്. എന്തേ കാരണം? കുമാരൻ ഡോക്ടർ ഖുർആൻ ഓതിയതല്ല, വൈദ്യശാസ്ത്രത്തിൽ പഠിച്ചതാണ്. തേന് വലിയ രോഗശമനം ഉണ്ടാക്കുന്ന വസ്തുവാണ്. എന്താ ഇത് സാധനം? എന്താ ഇത് സാധനം? സാധനം എന്ത് പറയാനാ? ഒരു ഈച്ചയുടെ ബോഡി വേസ്റ്റ്. ഈച്ചയുടെ ബോഡി വേസ്റ്റ്. ഈച്ചയുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാധനം, ഈച്ചയുടെ ബോഡി വേസ്റ്റ്. ഈ ബോഡി വേസ്റ്റ് സുബ്ഹാനല്ലാഹ് എല്ലാ കുമാരനും കണാരനും എല്ലാ മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നക്കുന്നു. എല്ലാരും നക്കുന്നു, എല്ലാരും കുടിക്കുന്നു, എല്ലാരും രോഗശമനം ഉണ്ടെന്ന് പറയുന്നു. എന്തേ കാരണം? കാരണം പറയാൻ കഴിയുന്നില്ല ആർക്കും. കാരണം ചോദിക്കൂ മുസ്ലിം പണ്ഡിതന്മാരോട്. ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ കാരണം. എന്താ കാരണം? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വേറെ എവിടെയും മറുപടി കിട്ടൂല. ഖുർആനിൽ കിട്ടും. എന്താ കാരണം? തേനീച്ചക്ക് റബ്ബ് വഹി അറിയിച്ചു. ഇത് സാധാരണ ഈച്ചയല്ല, വഹി കിട്ടുന്ന ഈച്ചയാണ്. വഹി കിട്ടിയ ഈച്ചയാണ്. ഏത് വഹി? ഫസ്റ്റ് ഗ്രേഡ് വഹിയല്ല. അമ്പിയാക്കൾക്ക് കിട്ടുന്ന വഹി ഫസ്റ്റ് ഗ്രേഡ് വഹിയാണ്. മലക്കുകൾ മുഖേനയുള്ള വഹി. ഇത് സെക്കൻഡ് ഗ്രേഡ് വഹിയാണ്. അതിന് ഇൽഹാം എന്നാണ് പണ്ഡിതന്മാര് പറയാ. അത് ഔലിയാക്കൾക്ക് കിട്ടുന്ന വഹിയാണ്. മൂസാ നബിയുടെ ഉമ്മാക്ക് നമ്മൾ വഹി അറിയിച്ചു എന്ന് ഖുർആൻ. ഒരൊറ്റ പെണ്ണിനെയും റസൂലാക്കി അയച്ചിട്ടില്ലെന്നും ഖുർആൻ. അപ്പോ മൂസാ നബിയുടെ ഉമ്മ ആരാ? മൂസാ നബിയുടെ ഉമ്മ വലിയതാണ്. വലിയതായ ആ പെണ്ണിന്റെ മനസ്സിൽ കൊടുത്ത വിവരത്തിനാണ് ഖുർആൻ വഹി എന്ന് പറഞ്ഞത്. അതുപോലെ തേനീച്ചയുടെ ഖൽബിൽ അല്ലാഹു തആല വഹി കൊടുത്തു. ആ വഹി തേനീച്ചക്ക് കിട്ടിയപ്പോൾ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് തൊള്ളയിലൂടെ പുറപ്പെടുന്ന ഉമിനീര്, അല്ലെങ്കിൽ തൊള്ളയിലൂടെ പുറപ്പെടുന്ന പാനീയം, അത് സാധാരണയല്ല. അതിന് വല്ലാത്ത മധുരമാണ്, അതിന് രോഗശമനമാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈച്ചയുടെ കൂട്ടത്തിൽ ഇത്രയും വലിയ പ്രത്യേകതയുള്ള ഈച്ച ഉണ്ടാകാം എന്ന് നിന്റെ ബുദ്ധി പറയുന്നുണ്ടെങ്കിൽ നിന്റെ തലച്ചോറ്
തലച്ചോറ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ചിന്തക്കഥ അതുമായി തോന്നുന്നില്ലെങ്കിൽ ചോദിക്കട്ടെ, സർവ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ, എല്ലാ സൃഷ്ടികൾക്കും നിമിത്തമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ആ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മറ്റൊരു സൃഷ്ടിയുടെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പോലെ, മറ്റൊരു മനുഷ്യന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ കണക്കാക്കാമോ? ഒരീച്ച ശാസ്ത്രം കൂടി പഠിക്കാതെ, ഒരീച്ച ശാസ്ത്രം പോലും അറിയാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് പുത്തൻവാദികൾ റസൂലുള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ സുഹൃത്തുക്കളെ കൂടുതൽ പഠിക്കാത്ത പലരും അവരുടെ വഞ്ചനയിൽ പെട്ടുപോയി. പടച്ച റബ്ബ് ചിന്തിക്കാനുള്ള മനസ്സ് സർവ്വ ജനങ്ങൾക്കും നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ പറയണം, അതാ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി തേനീച്ചക്ക് ഈ ബഹുമാനം എവിടുന്ന് കിട്ടി? ഇത് ഒരു സാമ്പിൾ പറഞ്ഞതാ, ഇനിയും 100 ഉദാഹരണം പറയാനുണ്ട്. ഞാൻ ഒറ്റൊന്ന് പറഞ്ഞതാ, ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് തുപ്പിയാൽ ആ തുപ്പുന്നത് ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും, സഹാബികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ കയ്യിൽ വന്ന് വീഴുന്നു. കാരണം കൈ കാണിച്ചു കൊടുക്കുന്നു സഹാബത്ത്, നിങ്ങൾ തേന് നിങ്ങളെ കയ്യിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? തേന് കയ്യിൽ ഒഴിച്ചിട്ടല്ലേ നാവ് കൊണ്ട് നക്കാറുള്ളത്. ഇത് തേനീച്ചയുടേതല്ല, ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ വന്ന വസ്തുവാണ്. ഇനി ഒന്നുകൂടി പറയണോ? നിനക്കത് മനസ്സിലാകുന്നില്ലേ എന്നാ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് തങ്ങന്മാര്. ഇനി ഖലീൽ തങ്ങൾ വരാൻ പോകുന്നുണ്ട്. തങ്ങന്മാർക്ക് വലിയ ബഹുമാനമാണ് മുസ്ലിമീങ്ങൾ കൊടുക്കുന്നത്. എന്തേ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ അംശം അവരിലുണ്ട്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന് തന്നെ വലിയ ബഹുമാനമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇപ്പൊ സമയമില്ല. ഇസ്ലാം